അതായത് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ മെസ്സി ഒരു ദിനം വീഡിയോ വരുന്ന കാണാം. മെസ്സി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓടി വരുന്ന പിള്ളേരെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ചിരിച്ചിട്ടങ്ങ് പോകും. പുള്ളി ആൾക്കാരെ മാറ്റി നിർത്തും സെൽഫി ഒക്കെ എടുക്കാൻ വരുമ്പോഴേ. അതും പ്രത്യേകിച്ച് ഗ്രൗണ്ടിലോ അല്ല ആ പ്രദേശത്തൊക്കെ ആണെങ്കിൽ മെസ്സി അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ മെസ്സി പുറത്ത് അങ്ങനല്ല. വേറെ പല സ്ഥലങ്ങളിലും മെസ്സിയോടുള്ള സെൽഫികൾ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. മെസ്സി ഇന്ത്യ വന്നപ്പോൾ കാണാൻ പോയിരുന്നു. അത് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മെസ്സിയും കൂടെ ഇവിടെ ഒരു സെൽഫി എടുക്കാടാ, കുറെ നാൾ കൂടി കണ്ടതല്ലേ എന്ന് പറഞ്ഞ് എടുത്താണ്. അതേസമയം ഞാൻ ഒരിക്കലും ഗ്രൗണ്ടിലേക്ക് ഓടി ചെല്ലത്തില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അതൊരു മോശം പ്രവൃത്തിയാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലാത്ത. പലപ്പോഴും മെസ്സിയുടെ പല കളികളും കാണാൻ ഞാൻ ഈ ഗാലറിയിൽ ഉണ്ടാവാറുണ്ട്. ലോകകപ്പ് കാണാനായിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ ക്വാർട്ടർ ഫൈനൽ മുതൽ പോകുന്നതായിരിക്കും. അപ്പോൾ അത് പിന്നെ മെസ്സിയും നമ്മുടെ ഫാമിലിയൊക്കെ ഒന്നിച്ചായിരിക്കും, മെസ്സിയുടെ ഫാമിലി എൻ്റെ ഫാമിലിയും ഒന്നിച്ചായിരിക്കും ഗാലറിയിൽ കളി കാണാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റത്തില്ല. അവർക്ക് ഭയങ്കര നിർബന്ധമുണ്ട് ഞാൻ വരണമെന്നുള്ളത്. മാത്രമല്ല, അഥവാ വേൾഡ് കപ്പ് എങ്ങാനും എടുക്കുകയാണെങ്കിൽ ആ കപ്പിൽ ഒരു കപ്പ് ചായ കുടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. കഴിഞ്ഞ വർഷം ഞാൻ ആ കപ്പിലൊന്നും ചായ മെസ്സി കുടിച്ചു, പക്ഷെ ഞാനും കുടിച്ചില്ല. മെസ്സിക്ക് ഭയങ്കര നിർബന്ധമാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷേ അന്ന് ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേറ്റത്, അതുകൊണ്ട് നടന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ റൊണാൾഡോ എന്തിനാ ഈ ഗ്രൗണ്ടിലോട്ട് ഓടി വരുന്നവരെയൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? എന്തൊരു തെണ്ടിത്തരവാ കാണിക്കുന്നത്? ഇതൊക്കെ ആയിട്ട് വലിയ ക്വാളിറ്റി ആയിട്ട് ഉടനെ അങ്ങ് പൊക്കി പിടിച്ചു. അവൻ ഭയങ്കര അവൻ്റെ ആണ്ട് ഇവനെ ആണ്ട് മിടുക്കന മറ്റവനാ ഭയങ്കര കൊള്ളാമെന്നാന്ന് പറയുന്നത് എങ്ങനെയാ? എടാ, ഇത് ഇവനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്നേ. ലോകത്ത് എവിടെ ഫുട്ബോൾ നടന്നാലും അവരുടെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണിത്. വലിയ താരമായിരിക്കാം, ചെറിയ താരമായിരിക്കാം. ഇപ്പൊ ഇന്ത്യയിൽ എത്ര താരങ്ങളെന്ന് വെച്ചാൽ ഒരു രണ്ടി പോലും ഇല്ല. ഈ IM വിജയനെ കൊണ്ട് ഇപ്പോഴും ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ IM വിജയൻ ഒന്ന് കാണിക്കാതിരിക്കാവോ? അതൊരു ശരിക്കും പറഞ്ഞൊരു ദുരന്തമാണ്. ഒരു നാടിന്റെ ദുരന്തം എന്ന് പറയുന്നതാണ് IM വിജയൻ. വേറൊന്നും കൊണ്ടുമല്ല. IM വിജയൻ ദുരന്തമാണെന്നല്ല. ഇത് കേട്ട ഉടനെ ആൾക്കാർക്ക് IM വിജയനെ ദുരന്തം എന്ന് പറഞ്ഞാൽ IM വിജയൻ മാത്രമേ ഇവിടെ ഉള്ളൂ. കുറേ വർഷമായിട്ട് ഈ IM വിജയൻ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു ദുരന്തമാണെന്നാണ് പറയുന്നത്. അതാരാണോ എന്തോ. പിന്നെ ഇപ്പോൾ ഒരു സഞ്ജു സാംസൺ വന്നിട്ടുണ്ട്. ഇനി ഇതില്ല, കഴിഞ്ഞു. ഇനി അടുത്ത 15 വർഷത്തേക്ക് സഞ്ജു സാംസൺ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു ഫുട്ബോളർ, ഒരു ക്രിക്കറ്റർ ഒക്കെ പറഞ്ഞിട്ട് അന്തസ്സാണ്, ഇയാളെ തന്നെ പൊക്കി പിടിച്ച് കിടക്കണം. പിന്നെ ഒരു താരം ഉണ്ടായിട്ടില്ല, ഒരു പ്ലെയറിനെ പോലും കാണാനില്ലാത്തൊരു നാടായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ അതാണ് ദുരന്തം. ആ ദുരന്തത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ആളാണ് IM വിജയൻ. മനസ്സിലായോ? ഇപ്പൊ മർഡോണ ഇന്നും ഈ അർജന്റീനയെ കൂടെ ഇങ്ങനെ മർഡോണ നടന്നിരുന്നെങ്കിൽ ഉള്ള അവസ്ഥയൊന്നും ഓർത്ത് നോക്കി. അവർക്ക് ഒരിക്കലും പിന്നീട് ഒരു വേൾഡ് കപ്പ് പോയിട്ട് അവിടുത്തെ ഒരു സെവൻസ് പോലും ക്ലബിന്റെ കളി പോലും ജയിക്കാതായി പോയേനെ അർജന്റീനൻ ടീമൊക്കെ. ആ അവസ്ഥയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെയും കേരള ഫുട്ബോളിന്റെയും ഒക്കെ. വളരെ കുറെ പ്ലേയേഴ്സ് ഉണ്ടെന്ന്. എന്നിട്ട് ഖത്തറിൽ ഒരുത്തം കയറി കളിക്കുന്നതിന് അഭിമാനിക്കുക വിട്ടിരുന്നു കുറേ എണ്ണം. ഈ നാട്ടിന്റെ എന്താ പറയാ അവസ്ഥ മോശമായതുകൊണ്ട് വേറെ ഏതോ രാജ്യത്ത് തിരിച്ചു കൊടുത്തുകൊണ്ട് കളിക്കാൻ പറ്റും അവന് ഫുട്ബോളെങ്കിലും. അവൻ ഇവിടെയാണ് അവന് ക്രിക്കറ്റ് കളിക്കേണ്ടി വന്നതിന്. എന്തിനാട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇവരെന്തിനാണ് ഈ ഗ്രൗണ്ടിലോട്ട് ഓടി വരുന്നവരെ ഒരിക്കലും എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അത് സേഫ്റ്റി ത്രെട്ടാണ്. അതുമല്ല, അതൊരു മിസ്ബിഹേവിയർ ആണ്. ഈ സ്ഥലത്തോട്ട് ഓടിക്കയറേണ്ട ഒരു ആവശ്യവും ഒരു കാണിയായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആരാധകനോ ആരും ആയിക്കോട്ടെ, ഒരു ഫുട്ബോൾ പ്രേമിയോ പ്ലെയറോ ആരും സ്റ്റേജിൽ തള്ളി കയറുക, ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി ഓടി ചെന്ന് നടുക്ക് കിടന്നിട്ട് സെൽഫി എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കൊണ്ടുപോയി കൊടുക്കുക, ഇമാതിരി പരിപാടികളൊക്കെ ഒരു മിസ്ബിഹേവിയർ. അതിനെന്തോ കുഴപ്പമുള്ള ആൾക്കാരാണ് അവർക്ക്. വീണ്ടും ബാക്കിയപ്പോൾ എത്രയോ പേരുണ്ടാവും ഇതേ അവസ്ഥയുള്ള. അവന്മാർക്ക് എല്ലാം ഓടാൻ തോന്നത്തില്ലേ? എല്ലാ പ്ലെയേഴ്സും കൂടെ വരുന്നവരെ ഇങ്ങനെ എന്റർടൈൻ ചെയ്തിട്ട് വരുന്നവരെല്ലാം ചാടി ഇറങ്ങി ഓടാൻ തുടങ്ങിയാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ ബോധമില്ലാത്തവനാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ. പുള്ളി ഇച്ചിരി ഷൈൻ ചെയ്യാൻ ഇറങ്ങിയേക്കുന്ന ആളാ. മേക്കപ്പ് ഇട്ട് പലരുടെ ഹെയർ സ്റ്റൈല്, അവൻ്റെ ഒരു ഈ സാധനമൊക്കെ കണ്ടറിയാം. എന്താ പറയുക, ഡ്രാമയാ, ഫുൾ ഡ്രാമയാ. ഷോ കളി ഓക്കെയാണ്, പക്ഷെ മെസ്സിയുടെ അത്രയൊന്നും വരത്തില്ല. മെസ്സിയെ പോലെ ഫുട്ബോളർ ലോകത്തൊന്നും ഉണ്ട്, അല്ല അയാളെക്കാൾ മെച്ചമാണോ ഇയാളെന്നുള്ള ചോദ്യമൊന്നുമില്ല. പിന്നെ വേണേൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുറച്ച് ഫാൻസ് ഇങ്ങനെ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഇവർക്ക് എന്തോത്തൊരു ആളുകളാണെന്ന് അറിയത്തില്ല ഇതും പൊക്കി പിടിച്ചിട്ട് നടക്കുന്നത്. അവർക്ക് ഫുട്ബോൾ കളിക്കാനാണ് അറിയാത്തത്, അതോ ഫുട്ബോൾ കണ്ടിട്ട് മനസ്സിലാവാത്തതാണോ എന്നറിയത്തില്ല. മെസ്സിയായിട്ട് കമ്പയർ ചെയ്യരുത്. മെസ്സിയുടെ ഒരു കമ്പാരിസൺ ഒരു പ്ലെയറിനും തൽക്കാലം ഇല്ല. അത് ഇങ്ങനെ ഒരു 10-15 വർഷത്തിലൊരിക്കൽ കാണുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലാതെ അതൊരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണെന്ന് തോന്നുന്നില്ല. അതെന്തോ പ്രത്യേകതയുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. ഇങ്ങനെ പ്രത്യേകതയുള്ള ഒരുപാട് പേരുണ്ട്. പണ്ടൊരു മൈക്കിൾ ജാക്സൺ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സച്ചിനും പ്രതിഭാസം തന്നെയാണ്. ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഗെയിമിൽ സ്പെഷ്യൽ തന്നെയാണ് സച്ചിൻ. ആദ്യം ആൾക്കാരില്ലല്ലോ അങ്ങനെ സച്ചിനെ പോലെ. പ്ലെയേഴ്സ് എല്ലാം പലതരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റും, പലരും തമ്മിൽ പലതും. പക്ഷെ സച്ചിൻ വേറെ സാധനം തന്നെയാണ്. അതുപോലെയൊക്കെ തന്നെയാണ് മെസ്സി. പക്ഷെ മെസ്സിയുടെ ഒരു ഇതൊന്നും സച്ചിനൊന്നും ഇല്ല. ഗെയിം ക്രിക്കറ്റ് ആയതുകൊണ്ടാണ്. ക്രിക്കറ്റ് അങ്ങനെ അത്രയ്ക്ക് വലിയ സംഭവം ഒന്നും ആക്കാനുള്ളതില്ല. അതുകൊണ്ടാണ് ഈ ലോക രാജ്യങ്ങളൊന്നും അധികം അങ്ങനെ വലിയൊരു ഇവൻ്റായിട്ട് എടുക്കാത്തത്. ഒരു സ്പോർട്സ് ഐറ്റമായിട്ടൊന്നും അല്ല അങ്ങനെ എടുക്കാറില്ല. അത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക
പിന്നെ കുറച്ച് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും കളിക്കുവാന്ന്, ഇംഗ്ലണ്ടും കളിക്കുവാന്ന്. ഇംഗ്ലണ്ടൊക്കെ നേരത്തെ കളി നിർത്തി, ഓസ്ട്രേലിയക്ക് മതിയായി വരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ വലിയ പരിപാടി നടക്കുന്നില്ല. സിംബാബ്വെ ഒന്നും പറയണ്ട. വെസ്റ്റ് ഇൻഡീസ് ആണെങ്കിൽ വേറെന്തോ അവർ ബാസ്കറ്റ് ബോളും ഒക്കെ ആയിട്ട് മാറിയെന്ന് പറയുന്നത് കേട്ടു. ഇന്ത്യയിലും ഇപ്പോൾ വലിയ ഏറ്റവും പോപ്പുലർ ഗെയിം എന്ന് പറയുന്നത് ക്രിക്കറ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു. കുറെ ബാറ്റ് കച്ചവടം ബോൾ കച്ചവടം കുറയൊന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാനൊന്നും ഇല്ല. ക്രിക്കറ്റ് കൊണ്ട് ഇവിടെ ഇന്ത്യ എന്തോ കാണിക്കാനാ, ഇവിടെ തന്നെ കൊണ്ട് കുറെ കളി നടത്തി ഇവിടുത്തെ ഉള്ളവന്മാർ പൊട്ടന്മാരുടെ തന്നെ കാശ് കുറ്റുന്ന കുറെ കമ്പനികളും കുറെ പരസ്യം കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇന്ത്യ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കുറച്ച് ബിസിനസ്സുകാർക്ക് ഗുണമുണ്ടെന്നുള്ളതല്ലാതെ ഈ രാജ്യത്തിന് അങ്ങനെ വലിയ ഗുണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ക്രിക്കറ്റ് കളി കൊണ്ട്, അത് ഉറപ്പാണ്. അതേസമയം ഫുട്ബോൾ അങ്ങനത്തെ ഒരു ഗെയിമും അല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ റൊണാൾഡോ ചെയ്യുന്നതേ, നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ റൊണാൾഡോയെ വിട്ടു പോകുന്നുണ്ട്, വിഷയത്തിൽ നിന്ന് പോകുന്നുണ്ടാവും. ഓക്കെ. ഇപ്പൊ ഈ റൊണാൾഡോ എന്ന് പറഞ്ഞ ആള് ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ എന്റർടൈൻ ചെയ്യരുത്. ഇത്തിരി പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഒരു സാഹചര്യത്തെയും അതുപോലെ തന്നെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന തരം മനുഷ്യരെയും ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ്. അവർക്ക് കഴിവ് കുറവോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ എന്തോ ഒരു സാധനം ഉണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ഇതുപോലുള്ളവരെ തന്നെ വീണ്ടും കുറെ പേരോടെ പ്രോത്സാഹിപ്പിക്കുന്നത് തുല്യമാണ്. അത് മറ്റു ചിലർക്ക് ബുദ്ധിമുട്ടാവും. അതാണ് മെസ്സിക്ക് ബുദ്ധിമുട്ടായത്. ഇവനൊക്കെ കാരണം മെസ്സി ബുദ്ധിമുട്ടുന്നത്. കാരണം മെസ്സി വളരെ ഡീസൻ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണി. അവൻ ഗ്രൗണ്ടിലോട്ട് ആൾക്കാർ വന്നാൽ അങ്ങനെ കയറി എടുക്കാൻ നിൽക്കുന്നില്ല. ഇയാൾ വരുന്നവരെല്ലാം പിടിച്ചിരുന്ന ലാലേട്ടൻ ഭയങ്കര സൂപ്പറാന്ന് പറയാം. ലാലേട്ടൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്, ലാലേട്ടൻ ഭയങ്കര സിമ്പിളാണ്. എന്നെവിടെ സ്റ്റേജിനൊക്കെ ഉന്തി കേട്ടോ ഒരുത്തനെ. അങ്ങനല്ലത്, അതല്ല വേണ്ടത്. അപ്പം ശരി, ഞാൻ പോവാ കേട്ടോ, അങ്ങ് പോവാ. കഴിഞ്ഞ നടന്നു പോകും. അയ്യോ, കറുപ്പും നോക്കിയോ, അതേണ്ടേ മൊത്തം കറുപ്പ്. ഞാനതിപ്പോഴാണ് കണ്ടേ. വല്ലവരും കണ്ട അവർക്ക് ഒരുങ്ങി ഇറങ്ങിയേക്കുവാന്ന്. ഇവൻ വാ പോവാം, നേരത്തെ പോയി അകത്ത് കയറാം, വേറെ വല്ല